നമസ്കാരം മക്കളെ, സക്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആഷിഖ് എന്നാണ്. ഞാൻ വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിന്റെ ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് പേര്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ആ വിപ്ലവങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വിപ്ലവങ്ങളെ ആരൊക്കെയാണ് നയിച്ചത്, എങ്ങനെയൊക്കെയാണ് ആ രാജ്യത്തെ അത് ബാധിച്ചത്, അതിന് നേതൃത്വം കൊടുത്തവരാരൊക്കെയാണ്, മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇനി ആദ്യം തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണുള്ള ചാപ്റ്ററിന്റെ പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കണം എന്താണ് ഈ വിപ്ലവങ്ങൾ എന്ന് നോക്കണം. ഒരു രാജ്യത്ത് സാമ്രാജ്യത്വം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കീഴടക്കി കഴിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാരും മറ്റ് വിദേശ ശക്തികളും ഒരു രാജ്യത്തെ ആക്രമിക്കുകയും തുടർന്ന് അവിടെ കോളനികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് സ്വന്തം രാജ്യങ്ങൾ നേടിയെടുത്തിരിക്കുന്ന സമരങ്ങളെയാണ് നമ്മൾ പൊതുവെ വിപ്ലവങ്ങൾ എന്ന് പറയുക. അതായത് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന രീതിക്ക് അവിടെ നടത്തിയിട്ടുള്ള സമരങ്ങളെയാണ് എന്ന് പറയുക, വിപ്ലവങ്ങൾ എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചേഞ്ചാണ് ഏതെന്ന് പറയുന്നത്, വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആ വിപ്ലവങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നടന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? അവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ. എന്തൊക്കെ അനീതികൾ? ഹ്യൂമൻ റൈറ്റ്സിനെതിരെ അനീതികൾ നടന്നിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങൾക്കെതിരെ അനീതികൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വിദേശ ശക്തികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്വാലിറ്റി, സമത്വങ്ങൾക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്രീഡം, അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു സ്വഭാവമാണ് ആര് കാണിച്ചത്? ബ്രിട്ടീഷുകാരും മറ്റ് സാമ്രാജ്യത്വ മോഹികളും എന്ത് ചെയ്തത്? കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയൊക്കെ എന്ത് ചെയ്യണം? ഇവർക്ക് ഇതൊക്കെ നേടിയെടുക്കണം അല്ലേ? സ്വന്തം രാജ്യക്കാർക്ക് ഇതൊക്കെ നേടിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിപ്ലവങ്ങൾ പ്രധാനമായും നടന്നിട്ടുള്ളത്. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് 5 വിപ്ലവങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമുണ്ട്, ഫ്രഞ്ച് വിപ്ലവമുണ്ട്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമുണ്ട്, റഷ്യൻ വിപ്ലവമുണ്ട്, ചൈനീസ് വിപ്ലവമുണ്ട്. അങ്ങനെ 5 വിപ്ലവങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ആദ്യം നോക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? ഏതൊക്കെ ചിന്തകരാണ് അതിന് പ്രചോദനമായിട്ടുള്ളത്? അത് എങ്ങനെയാണ് സമൂഹത്തെ ബാധിച്ചത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊണ്ട് ലോകത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കുന്നത്. ആദ്യമായിട്ട് അമേരിക്കയിലെ കുടിയേറ്റത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലേക്ക് ബ്രിട്ടീഷുകാരെ എത്തുന്ന രീതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികപ്പടയുടെ തലവനായിട്ട് ആര് ചേരുന്നു? വടക്കേ അമേരിക്കയിൽ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അമേരിക്ക കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ക്രിസ്റ്റഫർ കൊളംബസ് 1492 എവിടെ എത്തുന്നു? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ജനങ്ങളെ എന്ത് ചെയ്തു? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും തുടർന്ന് അവിടെ 13 കോളനികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കയിലേക്ക് ഈ ബ്രിട്ടീഷുകാർ ചെല്ലുന്നത്. ഓക്കെ ആണോ? ഈ 13 കോളനികൾ അവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം എന്ത് ചെയ്തു? അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുക, അല്ലെ അവിടുത്തെ റിസോഴ്സസ് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തു? അവരവിടെ കോളനികൾ സ്ഥാപിക്കുന്നു. എത്ര കോളനികളാണ് സ്ഥാപിക്കുന്നത്? 13 കോളനികൾ. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 13 കോളനികളുടെ പേര് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി വെച്ചിരിക്കുക. 13 കോളനികളുടെ പേരൊന്ന് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, അങ്ങനെ 13 കോളനികൾ. ഈ 13 കോളനികളിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നയങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ നയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെർക്കന്റിലിസ്റ്റ് ലോ അല്ലെങ്കിൽ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുക. ഈ 13 കോളനികൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങളാണ് ഏതെന്ന് പറയുന്നത്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളുണ്ട്. എല്ലാ എക്സാമുകൾക്കും മെർക്കന്റിലിസ്റ്റ് ലോയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. എല്ലാ തവണയും 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ആദ്യത്തെ ലോ എന്താ പറയുന്നത്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം. ബ്രിട്ടീഷുകാരുടെ കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ? കോളനികളിലേക്കോ അഥവാ കോളനികളിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്കോ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊരു നിയമം എന്ത് ചെയ്തു? അവര് കൊണ്ടുവന്നു. ഗുഡ്സ് എന്ത് ചെയ്യണം?
സ്വന്തം കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലേക്കോ വേറെ സ്ഥലത്ത് നിന്ന് മറ്റൊരു കോളനിയിലേക്കോ കൊണ്ടുപോകണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില എന്നിവ ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. അതായത് ഈ 13 കോളനികളിൽ നിർമ്മിച്ച സാധനങ്ങൾ, അതായത് പഞ്ചസാര, പരുത്തി, കമ്പിളി മുതലായ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു രാജ്യവുമായിട്ട് എന്ത് പറ്റില്ല, വ്യാപാര ബന്ധങ്ങൾ പറ്റൂല എന്ന് പറയുന്നൊരു അവസ്ഥ ആർക്കും ഉണ്ടായി, അമേരിക്കക്കാർക്ക് ഉണ്ടായി. ഇനി കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളായിക്കോട്ടെ, വർത്തമാന പത്രങ്ങളായിക്കോട്ടെ, ലഘു രേഖകളായിക്കോട്ടെ, ലൈസൻസുകളായിക്കോട്ടെ, ഇവയിലെല്ലാം ആരുടെ സീല് വേണം, ഇംഗ്ലണ്ടിന്റെ സീല് വേണം. ഇംഗ്ലണ്ടിന്റെ സീല് വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവര് കൊണ്ടുവന്നെത്തിച്ചു. ബ്രിട്ടീഷ് സ്റ്റാമ്പ് ആയിക്കോട്ടെ, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി affixed on all the legal documents, newspapers, ലൈസൻസ് എക്സെട്ര അങ്ങനെയുള്ള മുതലായ കാര്യങ്ങളെല്ലാം ആരുടെ വേണം, ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് വേണം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് വേണം എന്ന് പറയുന്ന അവസ്ഥ വന്നു. ഇനി കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് കൊടുക്കണം, കോളനിക്കാര് കൊടുക്കണം. ഈ 13 കോളനികളിലും ബ്രിട്ടീഷുകാരുടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. ഈ 13 കോളനികളുടെയും ബ്രിട്ടീഷുകാർക്ക് ആര് സേവനം കൊടുക്കണം, അമേരിക്കക്കാര് സേവനം കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥ. ബ്രിട്ടീഷുകാര് നമ്മളെ വന്ന് ഭരിക്കുന്നതും പോരാ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് നമ്മൾ തന്നെ സേവനം ചെയ്യണം എന്ന് പറയുന്ന ഒരു അവസ്ഥയും എന്ത് ചെയ്യണം, അവര് കൊണ്ടുവന്നു. അങ്ങനെ 4 മെർക്കന്റൈലിസ്റ്റ് ലോ നമ്മൾ നോക്കിയിട്ടുണ്ട്. അഞ്ചാമത്തത്, കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് ചെയ്യണം, ഇറക്കുമതി ചുങ്കം നൽകണം. ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാക്സ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. കോളനിയിലേക്ക് എന്തൊക്കെയാണ്, ഗ്ലാസ്, തേയില മുതലായ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് എന്ത് വേണം, ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയും ബ്രിട്ടീഷുകാര് ആ നിയമത്തിലൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ നിയമങ്ങൾക്കും എല്ലാം എതിരെ എന്ത് ചെയ്യുന്നു, അമേരിക്കക്കാര് പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്തെന്ന് എല്ലാ എക്സാമുകൾക്കും എടുത്തെടുത്ത് 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നതാണ് മുദ്രാവാക്യം. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്നു. ഇവർക്ക് ഭരണത്തിൽ യാതൊരുവിധ ഇവർക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ, ഇവരെ ഒരു ഭരണത്തിൽ ഉൾക്കൊള്ളിക്കാതെ ഇവരെ ഭയങ്കരമായിട്ട് ടാക്സ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും വന്നു. അതിനെതിരെ എന്ത് ചെയ്തു, ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തി ഈ മുദ്രാവാക്യം കൊണ്ടുവരുന്നു. പ്രാതിനിധ്യമില്ലാതെ ഞങ്ങൾ നികുതി തരില്ല എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഏറെ പിടിച്ചു കുലുക്കിയ ഒന്നാണ്. ഓക്കെ, അപ്പൊ അമേരിക്കക്കാരെല്ലാം എന്ത് ചെയ്തു, ഈ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കുകയും അത് ജനങ്ങളിലേക്ക് പകരുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാര് കുറെ നയങ്ങൾ പിന്നീടും ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡീപ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിപ്പോൾ ഇത്രയേ പഠിക്കാനായിട്ടുള്ളൂ. ഇനി അതിനകത്ത് പറയുന്നു, ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ച് പറയുന്നു. 1773 ഡിസംബർ മാസം 16-ാം തീയതിയാണ് നടക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1773 ഡിസംബർ മാസം 16-ാം തീയതി ബോസ്റ്റൺ ടീ പാർട്ടി. അതായത് തേയിലയ്ക്ക് വൻതോതിലുള്ള നികുതിയാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഈ നികുതിനെ എന്ത് ചെയ്തു, അമേരിക്കക്കാർക്ക് താങ്ങാൻ വയ്യാതെ ആയപ്പോഴേക്കും ബ്രിട്ടീഷ് കപ്പലുകളിൽ കൂട്ടിയിട്ടിരുന്ന 342 പെട്ടി തേയില എന്ത് ചെയ്യുന്നു, ഇവര് കടലിലേക്ക് വലിച്ചെറിയുന്ന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പുസ്തകത്തിൽ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചിട്ട് പോവുക. ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ച് വേണമെങ്കിൽ 2 മാർക്കിന് നമ്മളോട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വർഷമൊക്കെ ഒന്ന് കാണാതെ പഠിച്ചിരിക്കുക. 1773 ഡിസംബർ മാസം 16-ാം തീയതിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നത് തോമസ് പെയിൻ്റെ കുറച്ച് കോട്ടിങ്സ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് വാക്കുകളാണ്. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഏറെ സ്വാധീനിച്ച ഒന്നാണ്. നോക്കി വെച്ചിരിക്കുക. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, ഏതാ വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലണ്ടിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ.
ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര, ഏത് വൻകര, ഞാൻ ആദ്യമേ പറഞ്ഞതാണ് വടക്കേ അമേരിക്ക അല്ലെ, വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകര ദീർഘകാലം ഒത്തിരി കാലം ഇങ്ങനെ കീഴടക്കി കഴിയാമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ടിന് അമേരിക്ക ഏറെക്കാലം കീഴടക്കി കഴിയാൻ പറ്റുമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തോമസ് പെയിൻ്റെ വാക്കുകൾ എപ്പോഴും ചോദിക്കുന്നു, ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിലും എല്ലാത്തിലും നോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിലും നോട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ജോൺ ലോക്ക് പറയുന്നു അല്ലേ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഖനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ടല്ലേ, അവന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവൻ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുക, ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായ അവകാശങ്ങൾ. ഇതിനെ ഹനിക്കാൻ അല്ലെ ഇതിനെ എതിർക്കാൻ ഒരു ഗവൺമെൻറ്റിനും എന്തില്ല, അധികാരമില്ല എന്നാണ് ആര് പറഞ്ഞത്, ജോൺ ലോക്ക് പറഞ്ഞത്. അതും എന്ത് ചെയ്യാറുണ്ട്, 2 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ കോട്ടിങ്സ് തന്നിട്ട് ഇതാരാണ് പറഞ്ഞത് എന്നുള്ള രീതിക്കും ചോദിക്കാറുണ്ട്. ഇനി പിന്നീട് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ബേസിൽ എന്ത് ചെയ്യുന്നു, ഇവരെ ഈ 13 കോളനികളുടെയും ഒരു സമ്മേളനം ചേരുന്നു. ഇതിന് നമ്മൾ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നു. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നു. 1774 ഫിലാഡൽഫിയയിലാണ് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇവർ ഒത്തുചേരുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഇംഗ്ലണ്ടുകാർക്കെതിരെ കുറേ നയങ്ങൾ ആവിഷ്കരിക്കാനും മറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് കോണ്ടിനെന്റൽ കോൺഗ്രസുകൾ ചേരുന്നത്. അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ ചേർന്നു. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഒരു കോളനി മാത്രം എന്ത് ചെയ്തിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. അപ്പം ഈ പങ്കെടുക്കാതിരുന്ന കോളനിയുടെ പേരാണ് ജോർജിയ എന്ന് പറയുന്ന കോളനി. ജോർജിയ മാത്രമാണ് എന്ത് ചെയ്തത്, പങ്കെടുക്കാതിരുന്നത്. ബാക്കി 12 കോളനികളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഈ പങ്കെടുത്ത ഈ സമരത്തിൽ എന്ത് ചെയ്യുന്നു, അമേരിക്കക്കാര് ബ്രിട്ടനിലെ രാജാവിന് ഒരു കത്തെഴുതുകയാണ്. അമേരിക്കക്കാര് ഇവിടെ കുറേ നയങ്ങൾ ഇറക്കുന്നു, ഇത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ നിയമങ്ങളെല്ലാം എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ മെർക്കന്റലിസ്റ്റ് ലോ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് അവര് ബ്രിട്ടനിലെ രാജാവിന് കത്തെഴുതുന്നു. പക്ഷേ ബ്രിട്ടനിലെ രാജാവ് എന്ത് ചെയ്യുന്നില്ല, ഈ കത്തിനെ ഒരു മൈൻഡും ചെയ്യുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവരെ ഈ കത്തിനെ എതിർക്കുക മാത്രമല്ല തുടർന്ന് എന്ത് ചെയ്തു, അവര് ഈ അമേരിക്കയുമായിട്ട് യുദ്ധം വരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം രൂക്ഷമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് നടക്കുന്നു, 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. അതും ഫിലാഡൽഫിയയിൽ തന്നെയാണ് നടക്കുന്നത്. 3 കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട്, 3ഉം എവിടെ തന്നെയാണ്, ഫിലാഡൽഫിയയിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി അവിടെ ജോർജ് വാഷിങ്ടണിനെ എന്ത് ചെയ്യുന്നു, ഈ 13 കോളനികളുടെയും ഒരു പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ ഒരു തലവനായിട്ട് എന്ത് ചെയ്യുന്നു, അവരെ തിരഞ്ഞെടുക്കുന്നു. ഒരു ഹെഡായിട്ട്, ഈ കോളനികളുടെ ഹെഡായിട്ട് ആര് തിരഞ്ഞെടുക്കുന്നു, നമ്മൾ ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. ഈ ജോർജ് വാഷിങ്ടണിനെ നമുക്കറിയാം, നമ്മുടെ അമേരിക്കൻ ആദ്യ പ്രസിഡന്റ് ആണ് ആര്, ജോർജ് വാഷിങ്ടൺ എന്ന് നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഓക്കെ, ഈ ചീഫ് ഓഫ് ദി കോണ്ടിനെന്റൽ ആർമി അല്ലേ, ഈ ആർമിയുടെ തലവനായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. എവിടെ വെച്ചിട്ട്, ഫിലാഡൽഫിയയിൽ വെച്ചിട്ട്. ഏത് വർഷം, 1775 തിരഞ്ഞെടുക്കുകയാണ്. പിന്നീട് പറയുന്നത് തോമസ് പെയിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഇദ്ദേഹം ഇറക്കുന്നു. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖ ഇദ്ദേഹം ഇറക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു പറയുന്നു, അതിനകത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി. അതായത് അമേരിക്കക്കാരെ സംബന്ധിച്ച് എന്താണ്, ഇംഗ്ലണ്ടിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അത് അമേരിക്കക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ ആരുടേതാണ് എപ്പോഴും ചോദിക്കുന്നതാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നു, ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നു, അവര് പ്രഖ്യാപിക്കുന്നു അല്ലേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡിക്ലറേഷൻ ഇവിടെ പ്രഖ്യാപനം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുമുണ്ട്. ഞാൻ നോട്ട് ഇടുമ്പോൾ ഇതും കൂടിയും ഇട്ട് തരാം. ഓക്കെ, അത് ഒന്ന് നോക്കി വെച്ചിരിക്കുക, അതിനകത്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാണ് എഴുതി തയ്യാറാക്കിയെന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നതാണ്. 1 മാർക്കിന് നമ്മളോട് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ 1776 ജൂലൈ മാസം 4-ാം തീയതി ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയാണ്, തോമസ് ജെഫേഴ്സണും
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് ആരാണ് എഴുതി തയ്യാറാക്കുന്ന രീതിക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇനിയും അത് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇനി 1783 പാരീസ് ഡിക്ലറേഷൻ വരുന്നു അല്ലെ, പാരീസ് ഉടമ്പടി വരുന്നു. ഈ പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യുന്നു? ഈ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം ആരംഗീകരിക്കുന്നു? ഇംഗ്ലണ്ട് അംഗീകരിക്കുന്നു അല്ലെ. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനം ഏതെന്ന് ചോദിക്കാം. അത് പാരീസ് ഉടമ്പടിയാണ്. 1783 പാരീസ് ഉടമ്പടി. നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? പാരീസ് ഡിക്ലറേഷൻ വരുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി എന്നായിരുന്നു? 1773 ഡിസംബർ മാസം 16-ാം തീയതി ആയിരുന്നു. പാരീസ് ഡിക്ലറേഷൻ കറക്റ്റ് അതിനോട് 10 വർഷം കൂട്ടിയാൽ 1783 എന്ത് ചെയ്യുന്നു? പാരീസ് ഡിക്ലറേഷനും വരുന്നു. ഇനി എന്ത് പറയുന്നു? അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഫിലാഡൽഫിയയിൽ എന്ത് ചെയ്യുന്നു? ഇവരൊരു ഭരണഘടനാ സമ്മേളനം ചേരുകയും ആ ഭരണഘടനാ സമ്മേളനത്തിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു അല്ലെ. അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന ചുമതല ആർക്കായിരുന്നു? അത് ജെയിംസ് മാഡിസൺ ആയിരുന്നു. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന ചുമതല ആർക്കായിരുന്നു? ആ ഭരണഘടനാ നിർമ്മാണ സമിതിക്കായിരുന്നു അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്കായിരുന്നു. എങ്കിൽ ഇത് എവിടെയാണ്? അത് നമ്മുടെ ജെയിംസ് മാഡിസൺ ആണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണല്ലേ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞപോലെ തന്നെ അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജെയിംസ് മാഡിസൺ. ചോദിക്കാറുണ്ട്, ഒരു മാർക്ക് നമ്മളോട് ഷുവറായിട്ട് ചോദിക്കും. ഭരണഘടന തയ്യാറാക്കി. ഇങ്ങനെ പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട ഐക്യനാടുകളുടെ പ്രസിഡന്റായിട്ട് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക ആരാണ്? അത് നമ്മുടെ ജോർജ് വാഷിങ്ടൺ ആണ്. ജോർജ് വാഷിങ്ടൺ ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യമെല്ലാം കിട്ടി, പാരീസ് ഡിക്ലറേഷൻ വന്നു, അവർക്ക് സ്വാതന്ത്ര്യമൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് ഈ ലോക രാജ്യങ്ങൾക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കൊണ്ടുള്ള ആ പ്രചോദനം അല്ലെങ്കിൽ ആ റിസൾട്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും ഒക്കെ എന്ത് ചെയ്തു? ഈ വിപ്ലവങ്ങൾ വഴി നൽകാനായിട്ട് തുടങ്ങി അല്ലേ. ലക്ഷ്യബോധങ്ങൾ നൽകാനായിട്ട് തുടങ്ങി. ഗീവ് ഡിക്ലറേഷൻ ഓഫ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ഓഫ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഉണ്ടാകുന്ന വിപ്ലവങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു പ്രചോദനമാക്കാനായിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദ റിപ്പബ്ലിക്കൻ ഫ്രം ഓഫ് ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്ന ആശയം എന്ത് ചെയ്തു? ലോക രാജ്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തലവൻ ഉണ്ടായിരിക്കും, ആ രാഷ്ട്രത്തലവന്റെ കീഴിൽ ഒരു ഭരണ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നതിനാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആരായിരുന്നു രാഷ്ട്രത്തലവൻ? നമ്മുടെ ജോർജ് വാഷിങ്ടൺ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ജോർജ് വാഷിങ്ടണിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു? ഒരു ഭരണം വരുന്ന രീതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന നമ്മൾ പറഞ്ഞു നമ്മുടെ ജെയിംസ് മാഡിസൺ എന്ത് ചെയ്യുന്നു? അതിന് തയ്യാറാവുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? നൽകാനായിട്ട് തുടങ്ങി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് എഴുതി തയ്യാറാക്കിയത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നതെന്നൊക്കെ നമ്മൾ ഇനി വരുമ്പോഴേക്കും പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത ആശയമാണ് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം എന്ത് ചെയ്തു? ലോകത്തിന് നൽകി. അപ്പോൾ ഫെഡറൽ രാഷ്ട്രം അല്ലെ, ഒരു ഫെഡറൽ കൺട്രി എന്ന് പറയുന്ന ഒരു ആശയം എന്ത് ചെയ്തു? ലോകരാജ്യങ്ങൾക്ക് നൽകുന്നു. ഇതും വളരെ അധികം ഇമ്പോർട്ടൻ്റ് വഹിക്കുന്ന ഒരു ഘടകമാണ് അല്ലെ. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് വഹിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ഉള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിൽ ഞാൻ ഒരു സാധനം കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് അതിൻ്റെ ഒരു ടൈം ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ ബോസ്റ്റൺ ടീ പാർട്ടി, അതിനുശേഷം ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, പിന്നെ പാരീസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നീട് എന്ത് ചെയ്യുന്നു? 1700 കോളനികളും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ,
പിന്നെ 1783 പാരീസ് ഡിക്ലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ടൈം ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നോക്കി വെച്ചിരിക്കാൻ നമ്മളോട് ചോദിക്കാം. ഇതിലേതാണ് കാലഘടന ക്രമത്തിൽ എഴുതുക, എന്താണ് ഓർഡറിൽ എഴുതാനൊക്കെ നമ്മളോട് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടൊന്ന് നോക്കി വെച്ചിരിക്കാം. അപ്പം ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. ഇനിയും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഫ്രഞ്ച് വിപ്ലവം വരാനുണ്ട്, ലാറ്റിൻ അമേരിക്കൻ വരാനുണ്ട്, ഇംഗ്ലണ്ടിലെ വിപ്ലവം വരാനുണ്ട്, നമ്മുടെ ചൈനീസ് വിപ്ലവം വരാനുള്ള. അപ്പം മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി പയ്യെ പയ്യെ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പം എന്തെങ്കിലും ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ നമ്മളതിൻ്റെ ഇതെല്ലാം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം മാനിച്ചുകൊണ്ട് നമ്മളതിൻ്റെ തെറ്റുകളും കുറവുകളും എല്ലാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു.